ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നാട്ടറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന കാര്യം, നമ്മൾ ഒക്കെ നിത്യജീവിതത്തിലൊക്കെ പാചകം ചെയ്യുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പച്ചക്കറി ഇനമാണ് തക്കാളി. എന്നാൽ ഈ തക്കാളിയുടെ ഔഷധ ഗുണത്തെക്കുറിച്ച് നമുക്കാർക്കും വലിയ ഗ്രാഹ്യമില്ല എന്ന് തന്നെ പറയുന്നതാണ് ശരി. അതിനുമുമ്പായി ഈ ചാനൽ ദയവായി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മളെ തക്കാളിയുടെ ഔഷധ ഗുണങ്ങളും ഏതൊക്കെ രോഗങ്ങൾക്ക് അത് പ്രതിവിധിയാണെന്നുള്ള കാര്യം കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. നമുക്ക് പ്രിയപ്പെട്ട ആഹാര വസ്തുവാണ് തക്കാളി. നല്ല ചുവപ്പ് നിറമാണ് തക്കാളി പാകമാകുമ്പോൾ ഉള്ളത്. ഇത് ഡയബറ്റീസിന് തക്കാളിയുടെ നീര് തേനുമായി ചേർത്ത് ദിവസവും മുടങ്ങാതെ കഴിക്കുകയാണെങ്കിൽ മൂത്രത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയുകയും ഡയബറ്റിക് രോഗത്തിന് വളരെയേറെ ആശ്വാസം ലഭിക്കുകയും ചെയ്യും. അതുപോലെ അനീമിയ ബാധിക്കാതിരിക്കാൻ തക്കാളിയുടെ ചാറ് ദിവസവും മുടങ്ങാതെ കഴിച്ചുകൊണ്ടിരുന്നാൽ മതിയാകും. അതുപോലെ മലബന്ധത്തിന് തക്കാളിപ്പഴം ദിവസേന ഭക്ഷിക്കുന്നത് മലബന്ധം മാറിക്കിട്ടാനും വളരെ ഉത്തമമാണ്. നേത്രരോഗങ്ങൾക്ക് തക്കാളിയിൽ ഉള്ള വിറ്റാമിൻ എ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് കണ്ണിലുണ്ടാകുന്ന വിവിധ തരം അസുഖങ്ങൾക്ക് വളരെ ഉത്തമമാണ് തക്കാളി. അതുപോലെ തന്നെ ത്വക്ക് രോഗങ്ങൾക്ക് തക്കാളി നീര് ദിവസേന കഴിച്ചാൽ ത്വക്ക് രോഗങ്ങളെല്ലാം മാറാൻ വളരെ സഹായം ചെയ്യും. അതുപോലെ വളർച്ചയ്ക്കും ബുദ്ധിയുടെ വികാസത്തിനും തക്കാളി നീര് ദിവസേന കൊടുത്താൽ കുട്ടികൾക്ക് വളർച്ചയ്ക്കും ബുദ്ധിവികാസത്തിനുമൊക്കെ വളരെ നല്ലതാണ് തക്കാളി. ഈ ചെടിയുടെ പ്രത്യേകതകളെന്ന് പറയുമ്പോൾ തക്കാളി പച്ചയായും പഴുത്തതായൊക്കെ ഉപയോഗിക്കുന്നു. പച്ചത്തക്കാളി കറികളിലും മറ്റും ഇടുന്നു. പഴുത്ത തക്കാളി പഴമായിട്ടും കഴിക്കുന്നു. പഴമായിട്ട് ഭക്ഷിക്കുന്നതാണ് വളരെ ഉത്തമം. എന്നാൽ പാകം ചെയ്യുന്നത് കൊണ്ട് ഇതിലെ വിറ്റാമിനുകൾ നശിക്കുന്നില്ല. തക്കാളിയിൽ ഔഷധ ശക്തിയും ധാരാളമുണ്ട്. അതുപോലെ വിറ്റാമിൻ എ, ബി, സി, ഡി, ഇ, കെ എന്നിങ്ങനെ വിവിധ വിറ്റാമിനുകളും തക്കാളിയിൽ അടങ്ങിയിരിക്കുന്നു. കൂടാതെ സൾഫറും പൊട്ടാസ്യം, അയൺ, കാൽസ്യം എന്നിവയും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ തക്കാളിയുടെ ഔഷധ ഗുണങ്ങൾ ഇത്രയൊക്കെയാണ്. ഈ ഒരു അറിവ് എല്ലാവർക്കും തന്നെ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റു പുതിയ ടിപ്സുമായി കാണാം. എല്ലാവർക്കും ബൈ.